ഇന്ന് നമ്മുടെ വർക്ക് എൻ്റെ നാട്ടിലാണ് കേട്ടോ. എനിക്ക് അടുത്താണ് ശ്രീകണ്ഠാപുരം. ഇതാണ് നമ്മുടെ ബ്രൈഡ് അഞ്ജു. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മേക്കപ്പ് സെയിം സ്കിൻ ടോൺ വേണം. പക്ഷേ സ്കിൻ ടോൺ ആണെങ്കിലും ഡല്ലാവാൻ പാടില്ല. അതായത് ചില മേക്കപ്പ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡല്ലാവും. അങ്ങനെയല്ല, കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിന്നാൽ മതി. പിന്നെ ഐസ് നല്ല ഷിമ്മറി ആയിട്ട്, ഇത് ജസ്റ്റ് പിരുകൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് സെയിം കളർ തന്നെ. അത്രയൊക്കെ ഉള്ളു. പിന്നെ എനിക്ക് മെയിൻലി ഹെയർ ആണ്. അതെ അതെ. ലിപ്പ് എങ്ങനെയാണ്? ബോൾഡ് ആയിട്ട് വേണമെന്നുണ്ടോ? ഭയങ്കര ന്യൂട്രൽ ആയിട്ട്. ടു റെഡ് വേണ്ട, എന്നാൽ ടു ന്യൂഡും വേണ്ട, രണ്ടിനെ നടുക്ക് നിൽക്കണം. അങ്ങനെ ബ്രൈറ്റ് ആയിരിക്കണം എന്നാ ഭയങ്കര എടുത്ത് നിൽക്കണ്ട. ഫേസിനൊരു ബ്രൈറ്റ് കൊടുത്തു. അതെ മതി. അഞ്ജു ആലപ്പുഴക്കാരിയാണ്. ഇവിടെ കണ്ണൂർ വെച്ചിട്ടാണ് കല്യാണം എന്നേ ഉള്ളൂ. ഇപ്പോഴത്തേം പോലെ നമ്മൾ സ്കിൻ കെയർ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ടോൺ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ചെയ്തു. ഇത് ഈ ലിപ് ബാം എല്ലാവരും സ്കിപ്പ് ചെയ്യാറുണ്ട് എന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ സ്കിൻ കെയറിലാണെങ്കിലും ബ്രൈഡൽ മേക്കപ്പിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അഞ്ജുവിന് മേക്കപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് എപ്പോഴും നിങ്ങൾ എൻ്റെ ലോങ് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, എനിക്ക് ഐ മേക്കപ്പൊന്നും ഐബ്രോ എന്നൊക്കെ തുടങ്ങുന്ന ഒരു ശീലമാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. രാത്രി ഭയങ്കര ടെർബിൾ സ്വപ്നങ്ങളായി. നമ്മൾ ഭയങ്കര ടെൻസ്ഡായിട്ട് കിടക്കുന്നത്. സ്മോക്ക് ചെയ്ത് കുറച്ചൊരു ഡാർക്ക് ആവില്ല. ബ്രൗൺ സ്മച്ച് ചെയ്യുന്നതുകൊണ്ട് അതങ്ങനെ ഫീൽ ആവില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഒരുപാട് കണ്ണിങ്ങനെ ഇരുതി വേണ്ട, ബ്ലാക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കൊക്കെ ബ്രൗൺസിലോട്ട് പോവാം. ഭയങ്കര സട്ടിൽ ലുക്കൊക്കെ നോക്കുന്നവർക്കൊക്കെ ബ്രൗണിൽ പോവാം. ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇത് മതി. നമുക്ക് താഴെ ഒരുപാട് എഴുതണ്ട. അത് വേണ്ട, കാരണം കുഞ്ഞാണ്. നമുക്ക് ഉള്ളിൽ ന്യൂട്രാജിൽ കൊടുക്കാം. മറ്റൊരു ഇരിക്കും. ഇതാണ് ബ്രൗൺ. ബ്ലാക്ക് വരുമ്പോ അറിയാമോ, പ്യൂർ ബ്ലാക്ക് ആണോ? അത് നമ്മളുടെ വ്യത്യാസം. ഏത് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യാം. എടുത്ത് നിൽക്കണം, പക്ഷേ എടുത്ത് നിൽക്കണമെങ്കിൽ ബ്ലാക്ക് എടുത്ത് നിൽക്കണം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര മറ്റേ ട്രഡീഷണൽ ലുക്കായി പോയില്ലല്ലോ. നമുക്ക് ബ്ലാക്ക് ഇത്ര ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഐ മേക്കപ്പ് നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ട് ഐബ്രോയിലോട്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ബേസ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ എല്ലാ ബ്രൈഡ്സിനും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണം എന്നുള്ളത് എനിക്ക് കുറച്ചും കൂടി ഒരു നിർബന്ധമുള്ള ആളാട്ടോ. നിങ്ങൾ ആരെങ്കിലും കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്കത് അറിയണം എന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രൈഡുമായിട്ട് മോർണിംഗ് ആണെങ്കിലും നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓരോന്ന് മുഖത്ത് ഇടുന്ന സമയത്താണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറും കണ്ണാടി കാണിച്ചിട്ട് കൊടുക്കാറും ഒക്കെ ചെയ്യാറുള്ളത്. മേക്കപ്പിൽ എപ്പോഴും നിങ്ങളുടെ മുഖത്തിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, സ്കിൻ ടോണിന് പാടില്ലാത്ത കാര്യങ്ങൾ, പാടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആർട്ടിസ്റ്റ് പറയുന്നത് എടുക്കുന്ന ആൾക്കാരുണ്ട്, എടുക്കാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. എപ്പോഴും ബ്രൈഡിൻ്റെ ആഗ്രഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് കുറേ കൂടെ നിർബന്ധവും ആഗ്രഹമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ബ്രൈഡ് പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ പരിമിതിക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ചിലരുടെ കാര്യത്തിൽ നമുക്ക് അവരുടെ വാശിക്ക് വിടുക എന്നേ പറ്റാറുള്ളൂ കേട്ടോ. അഞ്ജു ഇങ്ങനെയൊന്നും ഉള്ള ഒരാളായിരുന്നില്ല. നമ്മുടെ അഭിപ്രായം എടുക്കുകയും ആളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബ്രൈഡ് തന്നെ ആയിരുന്നു കേട്ടോ. അഞ്ജുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ. അഞ്ജു RJ ആയിരുന്നു, ഇപ്പോൾ VJ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആളുടെ സൗണ്ട് നല്ല ഭംഗിയില്ല കേൾക്കാൻ. ബ്രൈഡ്സ് എപ്പോഴും നിറയെ വെള്ളം കുടിക്കുക കേട്ടോ. നിങ്ങൾ ഡീഹൈഡ്രേറ്റ് ആയി പോകാതിരിക്കുക. അത് സ്കിന്നിലാണെങ്കിലും നിങ്ങളുടെ കണ്ണിലാണെങ്കിലും എഫക്റ്റ് ചെയ്യും. ഇത് കൂടുതൽ ബ്രൈറ്റപ്പ് വേണമെന്നുണ്ടോ ഫേസിന്? ഇല്ലല്ലോ, വേണമെന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അഞ്ജു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ബ്ലാക്ക് എഴുതാതെ ന്യൂഡ് കാജലായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രൗൺസ് കൂടുതൽ സ്മച്ച് ചെയ്യുന്നത് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ബ്ലഷിങ് ഭയങ്കര രസമാണ് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് കാണാൻ വേണ്ടിയിട്ട്. ക്രിസ്ത്യൻ ബ്രൈഡ്സിന് മാത്രമല്ല കേട്ടോ, ഓരോ കളർ ചൂസ് ചെയ്യുന്ന പോലെയാണ് ബ്ലഷിങ്ങിൻ്റെ ഭംഗി. അഞ്ജുവിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു പിങ്ക് ബ്രൈറ്റ് അങ്ങനെയൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ലിപ്പിൽ നമ്മൾ ബ്രൗൺ ലിപ്പ് ലൈനർ ചെയ്തതുപോലെ തന്നെയായിരുന്നു ബ്ലഷിങ്ങും. ഇത്രയും സർട്ടിലായിട്ടുള്ള ബ്ലഷ് കളറായിരുന്നു കൊടുത്തത്. എന്നാൽ നല്ല ക്യൂട്ടായിരിക്കണം എന്നും ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പറയാറുള്ള ഒരു കാര്യം കേട്ടോ, സ്മൈൽ ലൈൻസ്. സ്കിന്നിൽ നിങ്ങൾ
നിങ്ങൾക്കുള്ള ഒരു ലൈനാണത്. അതെന്തായാലും ഹൈഡൊന്നും ആയി പോകില്ല. കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി അത് ഇത്തിരി വിസിബിൾ ആകുകയും ചെയ്യും. ആൻഡ് അത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. നിങ്ങളപ്പോൾ തിക്കായിട്ടുള്ള HD പോലുള്ള അങ്ങനത്തെ മേക്കപ്പ് ചൂസ് ചെയ്യാതെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കവറേജ് ഉള്ള മേക്കപ്പുകൾ, ഇത്തിരി ഗ്ലോയിങ് ഫിനിഷുകളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ലൈൻസിനെ ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്യാതെ ഇരുന്നോളും. നമ്മളിതിപ്പോൾ ഹൈലൈറ്റും കൂടെ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഞ്ജുവിൻ്റെ ലുക്ക് നിങ്ങളിപ്പോൾ ഇതേ കാണുന്നതാണ്. നമ്മൾ ഫേസിൽ ലാസ്റ്റ് വരെ ചെയ്യുന്ന ഫൈനൽ ലുക്കാണിത്. ലിപ്സ്റ്റിക്ക് മാത്രമേ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുള്ളൂ. ആളെന്നോട് വിളിച്ചപ്പോൾ തൊട്ട് ഒത്തിരി വട്ടം എന്നോട് പറയുകയും ടെൻഷനായൊരു കാര്യമാണ് ഹെയർ. ആളുടെ നല്ല കേളി ഹെയർ ആണ്. അപ്പോൾ അത് അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് ആളുടെ ആ ഐഡൻറ്റിറ്റി അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് വേണം ബ്രൈഡ് ആവാൻ എന്നായിരുന്നു ആളുടെ ആഗ്രഹം. അങ്ങനെ ഇത് നമ്മൾ ഫുള്ളായിട്ട് കേൾസ് ഇതുപോലെ ഡിഫൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേളി ഹെയർ ആൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നേ. നമുക്ക് ഹെയർ സ്റ്റൈലിന് വേണ്ടി നന്നായിട്ട് ഷാമ്പൂ ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മുടെ വെഡ്ഡിങ് നമുക്ക് ഫസ്റ്റത്തെ ലുക്കിലൊക്കെ ഇത്തിരി ഫ്രിസി ആയിട്ട് ഫീൽ ചെയ്യുന്നതും. ഇവരുടെ ഫാമിലി മൊത്തം കേളി ഹെയർ ആണ് കേട്ടോ. അതുകൊണ്ട് അഞ്ജുവിൻ്റെ ഹെയർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തതിൽ കസിൻസിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അവരത് വന്ന് പറയായിരുന്നു. നമ്മൾ വെഡ്ഡിങ് ഡേ പ്രമാണിച്ച് നടത്തുന്ന മുന്നൊരുക്കങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇങ്ങനെ ബോഡി വാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടായ ഒരു അലർജിയാണ് അഞ്ജുവിന് ഇത്. ഈ ഒരു സൈഡിൽ മാത്രമാണ് ആൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യണം. ഇപ്പോഴും ലാസ്റ്റ് ടൈം പരീക്ഷണങ്ങൾ അബദ്ധങ്ങൾ തന്നെയാണ് കേട്ടോ. മതിയോ? അത് കുറച്ചുകൂടെ ഇറക്കണോ? ഇനി ഉണ്ടോ ഇറക്കണോ? ഇത് ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ കേളി ഹെയർ ഉള്ളവർ അത് മാറ്റുന്നതിനെ കഴിഞ്ഞും ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും ഭംഗിയുള്ള വേർഷൻ എന്ന്. എല്ലാരും വന്ന് ഒളിഞ്ഞു വെക്കണം. കേളി ഹെയർ എടാ ഇഷ്ടപ്പെട്ടോ? ഇവിടെ കൺസേൺ ഭയങ്കര അല്ലേ? പക്ഷെ ഞാനും വിചാരിച്ചു ഇനിയിപ്പം ഓൺ ഹെയർ കേള് ചെയ്യുമ്പോ ലെങ്ത് കുറയോ പ്രോപ്പറായിട്ട് നിക്കുമെന്നൊരു ചെറിയ കൺസേൺ എനിക്കുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്. ഇയാൾക്ക് അത് തന്നെയാണ് ഭംഗി. വേറെ ഒന്നും ചെയ്യാത്ത തന്നെ നല്ലത്. അവർക്ക് ഭയങ്കര എനിക്കിത് ഫുള്ളായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മുടെ ഈ ബ്രൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആളെന്നോട് കണ്ണ് ബ്ലാക്ക് തന്നെ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ലൈറ്റായിട്ട് നമുക്കൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം, എന്നാൽ ട്രഡീഷണൽ ലുക്ക് വരരുതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലിപ്സ്റ്റിക്കും നമ്മൾ ഇതാണ് കേട്ടോ വെയർ ചെയ്തത്. 2 റെഡ് അല്ല എന്നാൽ ബ്രൗൺസിലോട്ട് പോയില്ല. അങ്ങനെ ഇപ്പോൾ അഞ്ജുവിൻ്റെ ഓൾ ഓവർ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. ആളെ പുറത്തോട്ട് പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ആ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അഞ്ജുവിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അനിയത്തിക്ക് ഒരു ചെറിയ മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ബിഫോർ, അത് കഴിഞ്ഞ് ഹെയർ ഒക്കെ ഇങ്ങനെ കൊടുത്ത് ഇതാണ് ആഫ്റ്റർ. ഇഷ്ടപ്പെട്ടോടാ? നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലോങ് വീഡിയോ ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.